ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഈ വരുന്ന ചേഞ്ചുകളൊക്കെ വളരെ ഫാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ റീഇമാജിൻ ചെയ്യാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാര്യത്തിൽ കുറച്ച് മികവുണ്ട്, ആ കാര്യവും പറഞ്ഞുകൊണ്ട് അടുത്ത 10 വർഷത്തേക്ക് ഇരുന്നാൽ അതിന് വളരെ വേറെ ആളുകൾ വന്ന് മുന്നിലേക്ക് കയറിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഒരു സെക്കൻഡ് പോലും ഡിസ്കസ് ചെയ്യാം. ഓഫ് കോഴ്സ് ഐഡിയാസ് പുതിയതായിട്ട് വരാം, പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് എല്ലാ ലെവലിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ആരാണ് റീഇമാജിൻ ചെയ്യേണ്ടതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ബിസിനസ് നടത്തുന്നവരാണോ റീഇമാജിൻ ചെയ്യേണ്ടത്? പോളിസി മേക്കേഴ്സാണോ റീഇമാജിൻ ചെയ്യേണ്ടത്? അതോ വേറെ ആരെങ്കിലും ആണോ? ഞാൻ പറയുന്നത് എല്ലാവരും റീഇമാജിൻ ചെയ്യണം. ഗവൺമെൻറ്റുകൾ തന്നെ അപ്രോച്ച് മാറ്റണം. അപ്പോൾ അപ്രോച്ചുകൾ മാറ്റിയിട്ട് നമ്മൾ ഒരു പുതിയ ടെക്നോളജി വരുന്നു, അതിനെ നമ്മൾ വെൽക്കം ചെയ്യണം. പുതിയ കാര്യങ്ങൾ വരുന്നു, പുതിയ മോഡലുകൾ വരുന്നു, അതിനെ നമ്മൾ വെൽക്കം ചെയ്യണം. ആളുകളുടെ അഭിരുചികൾ മാറിക്കൊണ്ടിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നത്, ജീവിക്കുന്ന രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ ചേഞ്ചസ് വരുത്തി നമ്മുടെ സിസ്റ്റത്തിൽ ഗവൺമെൻറ്റാണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. എന്നാലും ആ സിസ്റ്റത്തിൽ ചേഞ്ചസ് വരുത്തണം. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഒരു കളക്റ്റീവ് വില്ലാണല്ലോ ആളുകൾക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിൽ സ്വാഭാവികമായിട്ടും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. ഒരു ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ പബ്ലിക്കിനിടയിൽ സ്ട്രോങ് ആയിട്ടൊരു അവയർനെസ് ഉണ്ടാകണം. കാര്യം നമ്മളിപ്പം ചെയ്യുന്ന പോലെ ചെയ്താൽ പോരാ, നമ്മളൊന്ന് മാറണം, ഒന്ന് മാറി ചിന്തിക്കണം. ആ കാര്യത്തിനെപ്പറ്റി നമുക്കൊരു വലിയൊരു ഇമാജിനേഷൻ വേണം. അതായത് നമ്മൾ വളരെ ചെറിയ രീതിയിൽ നമുക്കൊന്ന് ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വെക്കാമെന്നുള്ളതല്ല. നമുക്കൊരു 10-20 സ്റ്റെപ്പ് മുന്നോട്ട് ചിന്തിച്ച് വെച്ച് നമുക്കൊരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് നമ്മുടെ രാജ്യവും നമ്മുടെ ആളുകളും ഒക്കെ വരണം. അതുപോലെ കമ്പനികളാണെങ്കിലും അങ്ങനെ ചിന്തിക്കണം. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു പുതിയ എൻവയറമെൻറ്റിൽ എൻ്റെ കമ്പനിക്ക് എങ്ങനെയാണ് റെലവൻസ് ഉണ്ടാകുന്നത്, എൻ്റെ ബിസിനസ് മോഡലിൽ എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടത്, എല്ലാ കമ്പനികളും അത് ചെയ്യുന്നുണ്ടാകും. എന്ത് സ്ട്രാറ്റജിയാണ് ഞാൻ ചെയ്യേണ്ടത്? അങ്ങനെ റീഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് വരും. അതാണ് ഇപ്പോഴത്തെ ആവശ്യം. അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത് വളരെ ഉചിതമായിട്ടുള്ള കാര്യമാണ്.